ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സേതുവിനെയും അതുപോലെ തന്നെ സ്വാധീനെയാണ്. അപ്പോൾ സ്വാതിയോട് നീ വിഷമിക്കൊന്നും വേണ്ട, നീ ഒരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ആ ദുസ്വപ്നം കണ്ടത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എന്ന് സ്വാതിയോട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ സ്വാതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. മോളെ, ഇനി നിന്റെ ജീവിതത്തിൽ നീ അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഒരിക്കലും നീ നിന്റെ ജീവിതം വിട്ട് കളയരുത്. സ്വാതന്ത്ര്യം, നിന്റെ ജീവിതത്തിൽ കുറച്ച് കുറുമ്പുകളൊക്കെ ഉള്ളത് ഈ ഏട്ടന് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അതിനെ വിട്ട കുറുമ്പുകളൊന്നും കാണിച്ച് കൂട്ടരുത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് മോളെ. അത് നിനക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാതി അതൊക്കെ സമ്മതിച്ചു. ഈ മിന്നാമിനിങ്ങനെ കണ്ടിട്ടില്ലേ, അതിന് ഒരു കുറച്ച് വെട്ടമല്ലേ ഉള്ളൂ, പക്ഷെ അത് കാണാൻ എന്ത് ഭംഗിയാ. രാത്രിയില് ആ ഒരു കുഞ്ഞു വെട്ടം കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം സന്തോഷം തോന്നാറില്ലേ? അതുപോലെ തന്നെ ആവണം നീയ. പക്ഷെ മിന്നാമിനിങ്ങിനെ പോലെ അല്ല, സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണം. എനിക്ക് ഏട്ടനെ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മിടുക്കിയായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, നന്നായി പഠിച്ച് റാങ്ക് വാങ്ങണം. അതാണ് ഏട്ടന് തരാനുള്ള ഏറ്റവും വലിയ സമ്മാനം. ഞാൻ പഠിക്കും, ഉറപ്പായിട്ട് ഞാൻ പഠിക്കും, നല്ല റാങ്ക് വാങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞു. മതി, അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. ഈ സമയത്താണ് പല്ലവി കയറി വരുന്നത്. എന്താ, രണ്ടുപേരുടെയും കുശലം പറച്ചിലൊക്കെ തീർന്നില്ലേ? കേട്ടോ പല്ലവി, ഇവള് ഇപ്രാവശ്യം റാങ്ക് വാങ്ങുമെന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുക. അതിനെന്താ, ഇവളെ കൊണ്ട് സാധിക്കും, ഇനിയും സാധിക്കും ഉറപ്പായിട്ടും. അവളെ മിടുക്കിയായ കുട്ടിയല്ലേ, പഠിക്കാൻ ഇവൾക്ക് നല്ല കഴിവുണ്ട്. ഇവള് വിചാരിച്ചാൽ ഉറപ്പായിട്ട് റാങ്ക് കിട്ടും. അതെ, ഞാൻ എന്താണേലും ശ്രമിക്കും എന്ന് സ്വാധീനം പറയാണ്. എങ്കിൽ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പല്ലവി പറഞ്ഞപ്പോ, അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. ഹരിയുടെ ഓട്ടോ കത്തിച്ച അവനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ബാക്കി വച്ചിരിക്കുകയല്ലേ. എന്തായാലും പൊന്നുമടത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായി, വാ നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് ഇവര് 3 പേരോട് ആഹാരം കഴിക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ സേതു നേരെ ഇറങ്ങുന്നത് ജയനെ തപ്പിയാണ്. അപ്പൊ ഋതു കൊട്ടേഷൻ കൊടുത്തത് ജയനായിരുന്നു. അപ്പൊ ജയനെ പിടിച്ചുകൊണ്ട് നേരെ പൊന്നുമടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സേതു. അപ്പൊ വേഗം തന്നെ സ്വാതി വന്നിട്ട് ഋതു ചേച്ചി എന്ന് വിളിച്ചു. എന്താടി നീ അലറി വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. എന്താ കാര്യം? അതെ, സേതുവേട്ടൻ വിളിക്കുന്നു. എന്താ, എന്തിനാ വിളിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ സേതു ജയനെയും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. പൂർണിമാമയും പല്ലവി, അച്ചു, ഹരി, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പൊ ഋതു വന്നപടി, നിങ്ങൾ വിളിക്കുമ്പോ വിളിക്കുന്നിടത്ത് വരാനായിട്ട് നിങ്ങളുടെ ജോലിക്കാരി എന്ന് പറഞ്ഞു. എന്താ? അപ്പോഴാണ് ജയനെ കാണുന്നത്. പെട്ടെന്ന് സ്റ്റക്കായി പോയി കേട്ടോ ആള്. എന്തേ, നീ ഒന്നും പറയുന്നില്ല? ജോലിക്കാരി അല്ലാന്നല്ലേ നീ ഉദ്ദേശിച്ചത്? പറ, ബാക്കി നീ പറയുന്നേ എന്താ? അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഈ ജയനെ നിനക്കറിയോ എന്ന് ചോദിച്ചു. വേഗം തന്നെ മിണ്ടാതെ കുറച്ചു നേരം നിന്നിട്ട്, ആരാ ഇയാള്, എവിടുന്ന ഇയാള്? അയ്യോ പാവം മേഡം, ഞാൻ ജയൻ എന്ന് വേഗം അവൻ പരിചയപ്പെടുത്തുകയാണ്. എടാ ജയ, ഇതുപോലുള്ളവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്താല് അവസാനം നീ തന്നെ അകത്താകുന്ന ഇപ്പം മനസ്സിലായില്ലേ? വിശ്വാസവഞ്ചന, കൂടെ നിൽക്കുന്നവരെ പോലും ഒറ്റുന്ന ആ ഒരു സ്വഭാവമാ ഇവക്കൊക്കെ ഉള്ളത്. ഇവക്കൊക്കെ വേണ്ടിയിട്ടാണോടാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? കണ്ടോ, പെട്ടപ്പോ ആര് പെട്ടു? നീ പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അച്ചുവും ഹരിയകനെ നിൽക്കുകയാണ്. അപ്പം അതെ, ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തിനാന്നറിയോ? അതിനൊരു കാര്യമുണ്ട്. ഹരി ഓട്ടോ കത്തിച്ചതിനുള്ള ശിക്ഷ ഇവന് ഇവിടെ വെച്ച് തന്നെ അങ്ങ് കൊടുക്കാന്ന് കരുതി. എങ്കിലല്ലേ അതിനൊരു ത്രില്ലൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ പൂർണിമാമയും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹരി അത്രയ്ക്ക് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എടാ, ദേ നിൽക്കുന്നുണ്ടോ ഹരി, പാവപ്പെട്ട ഒരുത്തന്റെ ഓട്ടോയാണ് നീ കത്തിച്ചു കളഞ്ഞത്. അയാളുടെ വരുമാനം അതോടെ ഇല്ലാതായി. തെറ്റല്ലേടാ നീ ചെയ്തത്? മിണ്ടുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ, തെറ്റല്ലേന്ന്? അപ്പൊ തെറ്റാണ് എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ആ തെറ്റിനുള്ള ശിക്ഷ ഇപ്പൊ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് 2 ഇടി അങ്ങ് വെച്ചു കൊടുത്തു കേട്ടോ. അതെ, ഇതാണ് ആ ശിക്ഷ. ഇനി അടുത്ത കുറ്റം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? വാ, നീ വാ. അടിസ്ഥാനപരമായിട്ട് നീയും ഞാനും ഈ കത്തിച്ച ഓട്ടോയുടെ ഡ്രൈവറും ഒക്കെ തൊഴിലാളികളാണ്, ഒരേ വർഗത്തിൽപ്പെടുന്ന ആൾക്കാര്. അധ്വാനിക്കുന്ന ജനവിവാഹത്തെ ഗുണ്ടായിസം നടത്തി തകർക്കാൻ നോക്കുന്നത് തെറ്റല്ലേടാ? അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നിന്റെ ഈ മേലിൽ ആരും നീ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
നിന്റെ ഈ കൈ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ് ആ കൈയോടെ തിരിച്ചങ്ങോട്ട് പിടിച്ചിട്ട് അവൻ ഓടിച്ചങ്ങോട്ട് എടുത്തു. അപ്പൊ വേഗം എല്ലാവർക്കും എന്തോ പോലെ ആയിപ്പോയി. എല്ലാവരും ഇങ്ങനെ അയ്യോ എന്നൊക്കെ വെച്ചിങ്ങനെ നിൽക്കുക. ദേ മിണ്ടരുത്, ഒച്ചയുടെ കേട്ടു പോയേക്കരുത്, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. കൈക്ക് എന്താണേലും നല്ല ഒടിവുണ്ടാവും, കുറച്ച് നാളെ നീ പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാൻ, അതിനുള്ള കാശേ നിന്നെ ഈ ജോലി ഏൽപ്പിച്ച അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം, കേട്ടോടാ എന്ന് ചോദിച്ചു. അപ്പൊ ഇതൊന്നും മിണ്ടുന്നില്ല. പൂർണിമാമേ, അല്ല ഇനി അമ്മ പറഞ്ഞു, ബാക്കി പറഞ്ഞോ, വേറെ എന്ത് ചെയ്യണം ഇവനെ? അമ്മ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. മതി, തൽക്കാലം വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇവനോട് എന്ന് പറഞ്ഞു. അപ്പം വേറെ ഒന്നും പറയാനില്ല, അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത്. ചെയ്ത തെറ്റ് എന്താണെന്ന് ബോധ്യപ്പെട്ടല്ലോ. മേലാൽ നിന്റെ കയ്യ് ഇനി ആരുടെയും ദേഹത്ത് വീഴരുത്. പണിയെടുത്ത് ജീവിക്ക, അതാ ഇനിയുള്ള ജീവിതത്തില് നല്ലത്. മനസ്സിലായോ നിനക്ക്? കേട്ടല്ലോ? എന്നാ നീ പൊയ്ക്കോ, ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോവരുത് നിന്നെ, പോടാ എന്ന് പറഞ്ഞോണ്ട് ഇവനെ പറഞ്ഞങ്ങ് വിട്ടു കേട്ടോ. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഋതു അവിടെ നിൽക്കുവാണല്ലോ. എന്നിട്ട് പല്ലവി നേരെ ഋതുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, പാവത്തിന് ട്രീറ്റ്മെന്റിനുള്ള കാശ് കൊടുക്കണേ ഋതു. എന്തിനാ? എന്റെ ആരായിട്ടാ? പിന്നെ വഴിയെ പോകുന്നവരെ എല്ലാം സഹായിക്കാൻ നിൽക്കുമല്ലേ ഞാൻ എന്ന് പറഞ്ഞ് ഋതു നേരെ അകത്തേക്ക് കയറി അങ്ങ് പോയി. അപ്പൊ ഇവരെല്ലാരും ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പൊ സേതു വന്നിട്ട് ഹരിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അതെ, ഒരു കാര്യം പറയട്ടെ, എടാ നീ വിഷമിക്കണ്ട, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ, എങ്കിലേ നമ്മളായി മാറാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ സേതു തോളെ കയ്യിലൊക്കെ ഇട്ട് ഹരിക്ക് സന്തോഷമായി കേട്ടോ. കാണുന്നത് ശോഭനെയും മാഷിനെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. മാഷ് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. ശരിക്കും പറഞ്ഞാല് കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത്. സ്വന്തം മരുമകനാ മൂന്നയാള് തിരിച്ച് വീട്ടിലെത്തിയതിന്റെ സന്തോഷമല്ലേ അത്? സത്യമായിട്ടും അതെ. നമ്മുടെ മോള് അവരവിടെ നിൽക്കുന്നതില് അവനില്ലെങ്കിൽ ഒരു അർത്ഥമാവില്ല. അവര് രണ്ടുപേരും ഒരുമിച്ചാ താമസിക്കേണ്ടത് ഒരിടത്ത്. പക്ഷെ എങ്കിൽ പൂർണിമയോട് എല്ലാം ഒന്ന് സംസാരിച്ചിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ധാരണയുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? വരട്ടെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ആ ശ്രീഹരിക്ക് പൂർണിമാമ ഇപ്പോഴും മാപ്പ് കൊടുത്തിട്ടില്ല എന്നോട് ഓർക്കണം. അതെ, അവനെ ഒന്ന് അംഗീകരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെല്ലാം. ഡിവോഴ്സ് എത്രയും വേഗം നേടിയെടുക്കണം, എങ്കിലേ മനസ്സമാധാനത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ. എല്ലാം ശരിയാവും. അവളുടെ കഷ്ടകാലം ആ കല്യാണത്തോടെ തീർന്നു എന്ന് കരുതിയാ മതി ശോഭയെ. സേതു നമ്മുടെ ഭാഗ്യാണ്, മോളുടെയും ഭാഗ്യാണ് നമ്മുടെയും. അവളുടെ ജീവിതം കൊടുക്കാൻ അവനെ കൊണ്ടേ കഴിയൂ. ഇന്ദ്രജിത്ത് അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലായിരിക്കോ അല്ലേ മാഷേ? ഇനി ഉണ്ടാക്കാനോ? ഉണ്ടാക്കിയാലും അത് നേരിടാനുള്ള ശക്തി സേതുവിനുണ്ടല്ലോ. ഇന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ആ പഴയ പേടിയൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ ശോഭയെ. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സേതു പിന്നെ പൊന്നും മടത്തിലെത്തിയതോടെ ഒരു ഇത് തീർന്നു കാണും എന്ന് പറഞ്ഞു. അപ്പം അതും അവർക്കൊരു സമാധാനമൊക്കെ ആയി. ഇന്ദ്രൻ തിരിച്ച് ഇനി അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്നുള്ളൊരു ആശ്വാസം. ഇപ്പൊ വേഗം ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരിച്ചാലൊന്നും അവരെ പിരിക്കാൻ കഴിയില്ല, ആര് വിചാരിച്ചാലും കഴിയില്ല. അവര് അത്രയ്ക്ക് നല്ല ഇഷ്ടത്തിലാ, നല്ല സ്നേഹത്തിലാ. സേതുവും പല്ലവിയും ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടികൾ തന്നെയാ. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് കേട്ടോ. അപ്പം രാജലക്ഷ്മി വന്നിട്ട്, നീ ഇതുവരെ കഴിച്ചില്ലേ? എന്തു പറ്റി എന്ന് ചോദിച്ചു. വിചാരിച്ച പോലെയൊന്നും അല്ല അമ്മേ നടക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ മോനെ, ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ. പട്ടിണിക്കിരിക്കാൻ പറ്റുമോ? നീ കഴിക്ക്. അവൻ ആ സേതു മാധവൻ, അവൻ ഒരിക്കലും പൊന്നും മടത്തിൽ തിരിച്ചെത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നതേയില്ല. അവൻ തിരിച്ചെത്തി. അവൻ പുറത്തു നിന്നിരുന്നു എങ്കിൽ എനിക്കായിരുന്നു അതിന്റെ ഗുണം എന്ന് പറഞ്ഞു. പല്ലവിക്ക് പിന്നെ അധിക കാലം എന്താണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊക്കെ വെറുതെയാ. പൊന്നുമടത്തിലെ പൂർണിമയ്ക്ക് പല്ലവി സ്വന്തം മോളെ പോലെയാണെന്നാ ഞാൻ അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തിയെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറക്കി വിടാൻ സാധ്യതയില്ല. ഇനിയുള്ള കാലം മുഴുവൻ പൊന്നുമടത്തിൽ തന്നെ അവള് താമസിക്കും. അപ്പൊ ഞാനോ? അപ്പൊ എനിക്ക് ഒരിക്കലും അവളെ കിട്ടില്ല എന്നാണോ അമ്മയും പറയണത്? എന്നല്ലടാ, പിന്നെ അവക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാൻ പറ്റൂന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ അവിടെ ഇരിക്കെന്തിരാ, നീ കഴിക്ക എന്ന് പറഞ്ഞു. എടാ ദേഷ്യപ്പെടാതെ അവിടെ ഒന്ന് ഇരിക്കടാ എന്ന് പറഞ്ഞു. ഇന്ദ്രന് ദേഷ്യം വന്നിട്ട് നിൽക്കാനും പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. ഞാൻ അത് സമ്മതിക്കില്ലെങ്കിലോ?
പിന്നെ നിന്റെ സമ്മതം ചോദിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അവളുടെ കാര്യമല്ലേ. ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. രക്തബന്ധത്തിലൊന്നും ഒരു കാര്യമില്ലാന്ന്. കർമ്മബന്ധം അതാണ് ഏറ്റവും പ്രധാനം. ഇല്ലെങ്കിൽ പൂർണിമയും പല്ലവിയും തമ്മിൽ ഇത്രയ്ക്ക് അടുപ്പം വരുവോ? എന്ത് അവകാശത്തിന്റെ പേരില്ല ആ പല്ലവി അവിടെ താമസിക്കുന്നത്? അതാ പറയുന്നത്, കർമ്മബന്ധമാണ് പ്രധാനം. എന്റെ കർമ്മം നന്നാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് തൽക്കാലം മിണ്ടാതിരുന്നാ മതി. കേസ് കോടതിയിലല്ലേ. ഈ പ്രാവശ്യം കൂടി പല്ലവി തോറ്റാൽ അവള് പെട്ടോളും, ഉറപ്പ്. എന്താണെങ്കിലും ഇപ്പൊ അവളുടെ പ്രതീക്ഷ എന്താ? ഡിവോഴ്സ് കിട്ടും. കിട്ടിയില്ലെങ്കിലോ നിയമപരമായിട്ട് അവള് നിന്റെ ഭാര്യയായിട്ട് തന്നെ തുടരും. എന്നാൽ എത്ര കാലം ആ സത്യം മറച്ചു വെച്ചിട്ട് അവക്ക് ജീവിക്കാൻ പറ്റും? അതൊന്നുമില്ല. വിധി നിനക്ക് അനുകൂലമാണ് എങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് നീ പൊന്നും മടത്തിലേക്ക് അങ്ങോട്ടേക്ക് കയറി ചെന്നു എന്ന് വിചാരിക്ക. തടയാൻ പറ്റുമോ? നിന്റെ ഭാര്യ അവിടെ ഉള്ളിടത്തോളം കാലം നിനക്കും അവിടെ താമസിക്കാലോ ഇന്ദ്ര. ആ, അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ അമ്മേ. ഇതൊരു ഉഗ്രൻ. ഇതെങ്ങനെ ഇതപ്പം തന്നെ ചെയ്താലോ? ഛേ, അല്ലെങ്കിൽ വേണ്ട. ആ സേതുമാധവൻ അവന്റെ അടുത്ത് നിന്ന് എന്തിനാ വെറുതെ ഒരു കശപിശാം? വെയിറ്റ് ചെയ്യാം, കേസ് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാനൊരു പോക്കങ്ങ് പോകൂട്ടോ. എവിടെ പല്ലവി ഉണ്ടോ അവിടെ ഈ ഇന്ദ്രനും ഉണ്ടാവും. പല്ലവി ഇന്ദ്രൻ, പല്ലവി ഇന്ദ്രൻ. ഓക്കെ, സെറ്റല്ലേ അമ്മേ? അവസാനം അവക്ക് മടുത്ത് ഗതി കേട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരും. ഈ വീട്ടിലേക്ക് വരും അമ്മേ, എൻ്റെ അടുത്തേക്ക് വരും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ മോനെ ഞാനും കാത്തിരിക്കുന്നത്. എൻ്റെ മോനെ തല്ലി ഈ കുടുംബത്തിനെ മുഴുവൻ അവമാനിച്ചിട്ട് ഇറങ്ങിപ്പോയവളാ അവള്. അവളിങ്ങ് വരട്ടെ. അവളെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാടാ ഞാൻ നിന്റെ അമ്മയെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? കാത്തിരിക്കാം. എല്ലാം നമ്മുടെ വരുതിക്ക് തന്നെ വരും. നീ വെയിറ്റ് ചെയ്തോ, അത് തരെ നമുക്ക് കാത്തിരിക്കാം. എന്നാ ഫുഡ് കുറച്ചുകൂടി ഇടമേ എന്ന് ചോദിച്ചു. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ആക്രാന്തം പിടിച്ച് എത്രയോ നേരം കഴിക്കാതിരുന്നയാള് വേഗം കഴിക്കാണ് കേട്ടോ. പിന്നെ കാണുന്നത് സേതുവിനെയാണ്. അപ്പൊ പല്ലവിദ്യ റൂമിലേക്ക് വന്നിരിക്കുക. എന്താ നീ ഇതുവരെ കിടന്നില്ലേ? സ്വാതി പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, അവളെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അവള് റാങ്ക് വാങ്ങിക്കുമായിരിക്കും അല്ലേ പല്ലവി? ഇനി ഋതുവും കൂടി ഒന്ന് മാറിയച്ചാൽ മാത്രം മതി. ഋതുവും കൂടി മാറിയ പൊന്നുമടം ഒരു സ്വർഗാകും. ആ, അതിനവളെ കൊണ്ട് പറ്റണ്ടേ? ഈഗോ മാറുമായിരിക്കും എന്നിങ്ങനെ പല്ലവിയും പറയാണ്. സേതു പാവ ഋതു ഒരു കണക്കിന് അവളുടെ കാശ് മുഴുവൻ പ്രതാപൻ എടുത്തോണ്ട് പോയി. അമ്മാവൻ ഇങ്ങനെ ചതിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതി കാണില്ല. സത്യം, ഞാൻ ഋതുവിന് തന്നെ കുറ്റം പറയൂ. കാശ് ഒരാൾക്ക് കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു തെളിവെങ്കിലും വാങ്ങിച്ചു വെക്കണ്ടേ? മുദ്രപത്രോ ചെക്കോ ഇതൊന്നും കയ്യിലില്ലാതെ. അതുകൊണ്ടാ ആ പ്രതാപൻ കൈ മലർത്തി കാണിക്കാൻ പറ്റിയത്. എന്തിനും അമ്മ വരച്ചെന്ന് ചോദിച്ചു. പക്ഷെ അയാൾക്ക് യാതൊരു കുലുക്കവും. എന്നാൽ ഞാനൊന്ന് ഇടപെട്ട് നോക്കിയാലോ? ആരിടപെട്ടാലും കാശ് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. അത്രയ്ക്ക് ഫ്രോഡാ അയാള് എന്ന് പറഞ്ഞു. ആ, എന്ന് വെച്ച് ശ്രമിക്കാതിരിക്കൊന്നും വേണ്ട. 1-2 രൂപയല്ല, അതും ടെക്സ്റ്റൈൽസിലെ പണം. അത് ആരെങ്കിലും വെറുതെ കൊണ്ടുപോകുന്നത് ശരിയൊന്നുമല്ല. ഋതുവിനും അമ്മയ്ക്കും യാചിക്കാനേ പറ്റൂ. പക്ഷെ കണ്ണീരല്ല ഇവിടെ വേണ്ടത്, കയ്യാങ്കളി തന്നെയാ. സൂക്ഷിച്ചു വേണം എന്തും ചെയ്യാൻ. രാഷ്ട്രീയക്കാരനാണ്, അപകടകാരിയാണെന്ന് മറന്നു പോവരുത് എന്ന് പറഞ്ഞു. എനിക്ക് ആ പണം തിരിച്ചു കിട്ടണം. എന്റെ പെങ്ങന്മാരെ പറ്റിക്കാമെന്ന് ഒരമ്മാവനും വിചാരിക്കണ്ട. അത് നടക്കില്ല എന്ന് പറഞ്ഞു സേതു. എന്റെ അനിയത്തിമാരുടെ നേർക്ക് ഒരപായം ഉണ്ടായാല് അത് ചോദ്യം ചെയ്തില്ല എങ്കിൽ പിന്നെ സേതുമാധവൻ ആവുമോ പല്ലവി? ഒരിക്കലും ആവില്ല. അതുകൊണ്ട് പ്രതാപനെ ഞാൻ കാണുക തന്നെ ചെയ്യും. ചതിക്കുള്ള മറുപടി അതെന്താണെന്ന് ഞാൻ അയാൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാശ് തിരിച്ചു കിട്ടിയ ഋതുവിന്റെ മനസ്സ് മാറും. അവള് മാറിയാലും മാറിയില്ലെങ്കിലും ആ പണം തിരിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കും. കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. കയ്യാങ്കളിക്ക് ഞാൻ കൂട്ടു നിൽക്കാനോ? എന്റെ പൊന്ന് സേതു കേട്ടാ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നെടോ, കയ്യാങ്കളി മാത്രം പോരാതെ വന്നാലോ? അതാ ഉദ്ദേശിച്ചത്. ആലോചിച്ച് വെക്ക്, എങ്ങനെ ആ പണം തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് ഒന്ന് ആലോചിച്ചോ. അത്രേ ഉള്ളൂ. ഞാൻ എന്താണേലും അയാളെ ഒന്ന് കാണാൻ പോവാണ്. അങ്കിൾ പ്രതാപനെ ഒന്ന് നേരിട്ട് കണ്ടേക്കാം എന്ന് തീരുമാനിച്ച് സേതു അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അപ്പൊ സേതു നേരെ പ്രതാപന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ പ്രതാപനും അതുപോലെ തന്നെ പത്മിനിയും ഉണ്ട്. പ്രതാപൻ അവിടെ നിൽക്കാണ്.
ഞാനിപ്പോ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുത്. അതിന് ആ പൈസ അതങ്ങ് തിരിച്ചു കൊടുത്തേരെ. 48 മണിക്കൂർ അതിനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയം. മനസ്സിലായില്ല? എന്ത് തിരിച്ചു കൊടുക്കാൻ? ആർക്ക് തിരിച്ചു കൊടുക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ പ്രതാപന്റെ കുത്തിനെ കയറി അങ്ങ് പിടിച്ചു സേതു. അതെ, ഋതുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അത് തിരിച്ചു കൊടുക്കാനാ പ്രതാപ പറഞ്ഞത്. എന്താ, നീ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു. ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. പിന്നെ ഋതുവിനോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറരുത്. പെരുമാറിയാൽ അവള് പാവമല്ലേന്നേ. അമ്മ അവനെ വെറുതെ അങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷേ ദേ, അവളുടെ അമ്മയല്ല എന്റെ അമ്മ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ അമ്മാവനും അല്ല. അത് നിങ്ങൾക്കറിയാലോ. ഒരു കാര്യം ചെയ്യാം, ഒരു വഴക്കിന് അതെനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാത്. അതുകൊണ്ട് അത് നിങ്ങളെ പോലുള്ള ഒരു രാഷ്ട്രീയ ക്രിമിനൽ അടിച്ചുകൊണ്ട് പോകുന്നത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പ്രതാപ. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 48 മണിക്കൂർ തന്നെയായിരിക്കും. അതിൽ കൂടരുത്. കൂടിയാൽ പിന്നെ ഞാൻ എന്താ പറയാ? ദേ, ഈ തടി പിന്നെ വാരിക്കൂട്ടി നിലത്തുനിന്ന് എടുക്കേണ്ടി വരും. ഭീഷണിയാണോ? ആ എടാ, ദേ, ഈ പ്രതാപൻ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ശരിയായിരിക്കും. അതെ, അപ്പൊ പത്മിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ വൈഫല്ലേ? ആ പത്മജ. ആ എങ്കിൽ കേട്ടോ, ഈ താലി ഇപ്പോഴും കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ അല്ലേ? സിന്ദൂരമുണ്ട്. ഇത് രണ്ടും ഇല്ലാതെ ചേച്ചിയെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ ചേച്ചി. അതുകൊണ്ട് എന്തിനാ വെറുതെ ഈ ചെറുപ്രായത്തിലെ വിധവയാകാൻ നിൽക്കുന്നത്? അതുകൊണ്ട് എന്റെ ജാതകത്തിലാണെങ്കിൽ വകയിൽ ഒരു അമ്മാവനെ കൊല്ലുവെന്നും എന്താണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് പറയാ, ദയവ് ചെയ്ത് എന്നെ ഒരു കൊലപാതകയാക്കരുത്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഭർത്താവിനോട്. ഞാൻ ഇനിയും വരും. പക്ഷേ ഇനി വരാതിരിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവും കടമയാണ്. അപ്പൊ ശരി. ഡാ എന്ന് വിളിച്ചോ. മതിയടാ കുഴ വിളമ്പിയത്. ഡാ അല്ല, സേതു മാധവൻ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ദേ, വൈഫ് പറഞ്ഞു തരും ബാക്കിയൊക്കെ. പിന്നെ അവർക്ക് പിടിയിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞതിന്റെ ഒക്കെ ആ ഒരു എന്താ പറയാ, തീവ്രത അത് മനസ്സിലാക്കി തരും കേട്ടോ. എന്നാ ശരി, അപ്പൊ 48 മണിക്കൂർ അത് നിങ്ങൾ എന്താണേലും മറക്കണ്ട എന്ന് പറഞ്ഞ സേതുവോട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി പിന്നെ അവിടെയാണെങ്കിൽ നമ്മുടെ പ്രതാപനും ഇന്ദ്രനൂടെ കൈ കോർക്കാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.